ശ്രീ വി.എസ്. ജിതിൻ ദേവ് വെടിവെപ്പേ ഉണ്ടായിട്ടില്ല എന്ന് കേന്ദ്രമന്ത്രി പാർലമെന്റിൽ പറയുമ്പോൾ 7 റൗണ്ട് RAF പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ച് വെടിവെച്ചു എന്നുള്ളത് വസ്തുതയാണ്. അത് റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് തന്നെ സമ്മതിക്കുന്ന കാര്യമാണ്. ഈ പെല്ലറ്റ് കൊണ്ട ആളുകൾ അവർ ഡൽഹി എയിംസിൽ ചികിത്സയിലാണ്. ഒരാളുടെ കാഴ്ചശക്തി പോകും എന്ന നിലയാണ്. എന്നിട്ടും തോക്ക് ഉപയോഗിച്ചില്ല എന്നെങ്ങനെ പറയാൻ സാധിക്കുന്നു? രാജ്യത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണോ? പണിയെടുത്ത് തിന്നണമെന്നൊക്കെ ആഗ്രഹമുണ്ട് സാറേ, പക്ഷെ പറഞ്ഞു പറ്റിച്ച് തിന്നാലേ വായിന്നിറങ്ങുള്ളൂ. ശീലായിപ്പോയി. അഭിലാഷിന് ഈ പെല്ലറ്റ് ഗണ്ണും AK-47 തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാവാത്ത പ്രശ്നമാണ്. ഇവിടെ നമ്മുടെ കേരളത്തിലേക്ക് വരുമ്പം അതിഭയാനകവും ക്രൂരവുമായ രീതിയിലാണ് ഓരോ സമരങ്ങളെ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത്. പഴയകാല ചരിത്രങ്ങൾ, ഒരു 10 കൊല്ലത്തെ ചരിത്രം എടുത്ത് അങ്ങ് പരിശോധിക്കാൻ തയ്യാറാവണം. അല്ല ചവിട്ടിയതാണില്ല. എന്തുമാത്രം അതിക്രമങ്ങളാണ് കുട്ടികൾക്ക് നേരെ നടത്തിയിട്ടുള്ളത്. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഏത് വിദ്യാർത്ഥി സംഘടനയുടെ പ്രതികളായിക്കോട്ടെ. ABVP-കാരുണ്ട്, യുവമോർച്ചക്കാരുണ്ട്, യൂത്ത് കോൺഗ്രസ്സുകാരുണ്ട്, എല്ലാ അതിക്രൂരമായ ഇതുണ്ടായിട്ടുണ്ട്. മന്ത്രി കേരളത്തിൽ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടുണ്ടോ? കേരളത്തിൽ ആണിതറച്ച ലാത്തി ഷെല്ല് ഉപയോഗിച്ചിട്ടില്ലേ? ഷെല്ല് ഉപയോഗിച്ചിട്ടുണ്ട്. കണ്ണീർ വാതക ഷെല്ല്. ആണിതറച്ച ലാത്തി ഉപയോഗിച്ചതിന്റെ ചരിത്രം കേൾക്കണോ? ആണിതറച്ച ലാത്തി കേരളത്തിൽ ഗ്രനേഡ് ഉപയോഗിച്ചിട്ടുണ്ട്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടുണ്ടോ? പോലീസുകാർ അടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട്. പോലീസ് അടിച്ചിട്ടുണ്ടെന്നേ ഞാൻ ചോദിക്കുന്നത്. പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചിട്ടുണ്ടോ കേരളത്തിൽ? അതേ മോഡേണൈസേഷന്റെ ഭാഗമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് പൈസ ഇതിന് കൊടുത്തെങ്കിൽ അതും ഉപയോഗിച്ചേനെ. കയ്യിലില്ല. ഉള്ള ആയുധങ്ങൾ എല്ലായിടത്തും ഉപയോഗിച്ചിട്ടുണ്ട്. തോക്കൊഴികെ ബാക്കിയെല്ലാം കേരളത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. പോലീസ് നവീകരണത്തിന്റെ ഭാഗമായിട്ട് കൊടുത്തിരുന്നെങ്കിൽ അതും ഉപയോഗിച്ചേനെ. ഉപയോഗിച്ചിരുന്നേനെ എന്നുള്ളതല്ലോ ഏറ്റവും വലിയ വിഷയം. ഡൽഹിയിൽ ഈ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചത് SOP അനുസരിച്ചല്ല. SOP സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ പാലിച്ചില്ല എന്ന് RAF-ന്റെ ഉയർന്ന ഉദ്യോഗസ്ഥർക്ക് തന്നെ അഭിപ്രായമുണ്ട്. RAF-ന്റെ മേധാവി ഈ കാര്യം അവരുടെ കേഡേഴ്സിനോട് വ്യക്തമായി പറഞ്ഞതുമാണ്. എല്ലാവരോടും എനിക്കൊന്നേ പറയാനുള്ളൂ, ഇതൊരു മഹാസംഭവമാണ്. അപ്പൊ തോന്നുന്നത് പോലെ പെല്ലറ്റ് ഗൺ ഉപയോഗിച്ച് വിദ്യാർത്ഥികൾ വെടിവെക്കാൻ ആരവർക്ക് ഉത്തരവ് കൊടുത്തു? ആരവർക്ക് നിർദ്ദേശം കൊടുത്തു? ആരാണ് അതിന്റെ ഉത്തരവാദി? അതാണ് ഇന്ന് പാർലമെന്റിൽ ഉയർന്ന ചോദ്യം. അതിൽ രാഹുൽ ഗാന്ധി വളരെ കൃത്യമായി ചില കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഒന്നുകിൽ അമിത്ഷാ നിർദ്ദേശം കൊടുത്തിട്ട്, അല്ലെങ്കിൽ അമിത്ഷാ അറിയാതെ. അമിത്ഷാ നിർദ്ദേശം കൊടുത്തിട്ടാണെങ്കിൽ അതൊരു കുറ്റകൃത്യമാണ്. അമിത്ഷാ അറിയാതെയാണെങ്കിൽ അത് കഴിവുകേടാണ്. ഈ വിഷയത്തിന് ഉത്തരം പറയാതെ പറഞ്ഞ കാര്യങ്ങൾ രേഖയിൽ നിന്ന് നീക്കിയിട്ട് കാര്യമുണ്ടോ? ഏത് കാര്യമാണ് രേഖയിൽ നിന്ന് നീക്കിയത് അഭിലാഷേ? പാർലമെന്റിൽ വന്ന് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞ അൺപാർലമെന്ററി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ രേഖയിൽ നിന്ന് ഒഴിവാക്കിയത്? നീ ആള് കൊള്ളാലോടാവേ. ഇഡിയറ്റ് എന്ന് നോക്കൂ. 2 തരത്തിലുള്ള ആൾക്കാരുണ്ട്, 3 തരത്തിലുള്ള ആൾക്കാരുണ്ട്. 1 കുട്ടികൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, 2 വിഡ്ഢികൾ, 3 അന്ധമായി ബ്ലൈൻഡായിട്ട് ഇവരെ വിശ്വസിക്കുന്നവർ. ആരെ ഉദ്ദേശിച്ചാ പറഞ്ഞത്? ഒരു ഭരണപക്ഷത്തിന് നേരെ ആർഗ്യുമെന്റ് ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് ആർഗ്യുമെന്റ് ഉയർത്തിക്കൊണ്ട് ഒരു പ്രതിപക്ഷ നേതാവ് സംസാരിക്കുമ്പോ ഒപ്പോസിഷൻ നിൽക്കുന്ന ആൾക്കാരെ അല്ലേ, എതിർവശത്ത് നിൽക്കുന്നവർക്കെതിരെയല്ലേ ആ ആർഗ്യുമെന്റ് വരുന്നത്? അതല്ല ഉദ്ദേശം. ഞാൻ മാറി പിന്നെ ചൂടാണ്ട് AC ഒന്നും ഇല്ല. അപ്പൊ ഈ നാട്ടിലെ ജനങ്ങളെ BJP ഓടലക്കി വന്നൊന്നുമല്ലല്ലോ. ഈ നാട്ടിലെ ജനങ്ങളെ മുഴുവൻ വിഡ്ഢികളെന്ന് വിളിച്ച് ആക്ഷേപിക്കുകയല്ലേ ഈ രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധി? സ്വയം വിഡ്ഢിയായ ഒരു മനുഷ്യൻ. കേട്ടതാണ്. ഏതോ ഒരു മതിഭ്രമത്തിലാണ്. താങ്കൾ ആ പ്രസംഗം കേട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാഹുൽ ഗാന്ധി പറഞ്ഞ ഒരു സ്റ്റുഡന്റും അദ്ദേഹവും തമ്മിലുള്ള കോൺവെർസേഷൻ. അപ്പോൾ സ്റ്റുഡന്റ് 3 തരത്തിലുള്ള ആളുകളെ കുറിച്ച് പറയാണ്. അതിൽ ഈ രണ്ടാമത് പറഞ്ഞ സ്റ്റുഡന്റ് പിന്നെ രണ്ടാമത് പറഞ്ഞ ഇഡിയറ്റ്സിനെ കുറിച്ച് പറയുന്നത് എന്താ? ഞാൻ പറയുന്നതെല്ലാം ശരിയാണ് എന്ന് വിശ്വസിക്കുന്ന, മറ്റൊരാളെ കേൾക്കാൻ മറ്റൊരാളെ ലിസൺ ചെയ്യാൻ തയ്യാറാവാത്ത ഒരാളെയാണ് ഇഡിയറ്റ് എന്ന് പറഞ്ഞത്. ആ ഒരാൾ എന്ന് പറയുന്നത് അങ്ങനെയുള്ള എല്ലാ ആളുകളും
ഇഡിയറ്റ്സ് ആണ് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. ഒരാളുടെ പേര് പറഞ്ഞിട്ടില്ല. അത് ഭരണപക്ഷത്തുള്ള ആരെങ്കിലും ആണ്, അല്ലെങ്കിൽ ഏതെങ്കിലും മന്ത്രിയാണ്, പ്രധാനമന്ത്രിയാണ്, അങ്ങനത്തെ യാതൊരു സൂചനയും നൽകിയിട്ടില്ല. 3 തരം ആളുകളാണുള്ളത്. 1 സ്റ്റുഡന്റ്, 2 ഇഡിയറ്റ്, 3 അന്ധഭക്ത. 3 പേരുടെയും സവിശേഷതകളാണ് വിശദീകരിച്ചത്. ഇവിടെ മുതലാളി ഒരു തീർപ്പ് കൽപ്പിക്കും, അതൊക്കെ നിങ്ങൾ അനുസരിച്ചാൽ മതി. കൽപ്പിക്കും മുതലാളി. ഞാൻ പറയുന്നത് മാത്രം ശരി, എനിക്ക് വേറൊന്നും കേൾക്കണ്ട എന്ന മനോഭാവമുള്ള ആളുകൾ ഇഡിയറ്റ്സ് ആണെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ഭരണപക്ഷത്തെ അവഹേളിക്കലാവുക? ജഗതി ഒരു സിനിമയിൽ ഇത് എന്നെ ഉദ്ദേശിച്ചാണ്, എന്നെ തന്നെ ഉദ്ദേശിച്ചാണെന്ന് പറഞ്ഞതുപോലെയല്ലേ അത്? നീ കുറെ നേരമായി കിളച്ച് കയറിക്കൊണ്ടിരിക്കുക. ഈ പരിപ്പ് എന്റെ അടുത്ത് വേഗത്തില്ല. ഞാൻ ഈ ചർച്ചയ്ക്ക് ഇങ്ങോട്ട് വരുന്ന സമയത്ത് കരുനാപ്പള്ളി വെച്ച് ഒരാൾ എന്നോട് പറഞ്ഞു, എങ്ങോട്ട് പോകുന്നു? ഞാൻ പറഞ്ഞു മാതൃഭൂമി ചർച്ചയ്ക്ക് പോകുന്നു. ആരാണ് ആങ്കർ? അപ്പോൾ പറഞ്ഞു അഭിലാഷ് മോഹനാണ്. അയ്യോ, ആ സംസാരിക്കാൻ അനുവദിക്കാത്ത ആ ഇഡിയറ്റിന്റെ ചർച്ചയിൽ ഇരിക്കാനാണോ നിങ്ങൾ പോകുന്നത്? ഇങ്ങനൊരു സാങ്കല്പിക കഥ ഞാൻ ഉണ്ടാക്കി പറഞ്ഞാൽ എന്റെ വാദമല്ലാതായി മാറും അഭിലാഷ് മോഹൻ. മനസ്സിലായില്ലേ? നിങ്ങളെ പറ്റി പറയുന്ന ആക്ഷേപമാണ്. വേണ്ട, എനിക്ക് അങ്ങനെ വാദമേ ഇല്ല. എനിക്ക് നിങ്ങളെ ഓർത്ത് നിങ്ങളോട് ബഹുമാനമേ ഉള്ളൂ. നിങ്ങൾ എന്നെ സംസാരിക്കാൻ അനുവദിക്കാറുണ്ട്. എനിക്ക് നിങ്ങളെ ഓർത്ത് നിങ്ങളോട് ബഹുമാനമേ ഉള്ളൂ. സന്തോഷായി, നല്ല സന്തോഷായി. നോക്കൂ, ഈ രാജ്യത്തെ വിദ്യാർത്ഥികളെ ബാധിക്കുന്ന ഒരു വിഷയത്തിന്മേൽ കേന്ദ്ര ഗവൺമെന്റ് അതിശക്തമായിട്ടുള്ള ഒരു ഭേദഗതി കൊണ്ടുവരുന്നു, നിയമ ഭേദഗതി കൊണ്ടുവരുന്നു. ആ വിഷയത്തിൽ ചർച്ച ചെയ്യണം എന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നു. എത്ര വേണമെങ്കിലും ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്ന് ഈ രാജ്യത്തെ സർക്കാർ പ്രതിപക്ഷത്തിന് ഉറപ്പ് കൊടുക്കുന്നു. അങ്ങ് പരിശോധിക്കൂ, ഇന്ന് പാർലമെന്റിൽ ഈ 10-50 പേരുകൾ സംസാരിച്ച സമയത്ത് ഏതെങ്കിലും ഒരു വാലിഡായിട്ടുള്ള നിർദ്ദേശം, ഒരു ഭേദഗതി, ഒരു അമെന്റ്മെന്റിനെ സംബന്ധിച്ച് ഈ പ്രതിപക്ഷ പാർട്ടി പറഞ്ഞോ? രാഹുൽ ഗാന്ധി പറഞ്ഞോ? നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അദ്ദേഹം എന്തൊക്കെയെന്ന് പറഞ്ഞത്? ശരി, ഇഡിയറ്റ് അങ്ങ് എന്തുവരെ ബാധിച്ചോളൂ. ഞാൻ അമിത്ഷാ വരുന്നത് കണ്ടു, 30 കാറുകളുടെ അകമ്പടിയോടെ. ഞാൻ ആ കാറിനകത്തൊക്കെ നോക്കിയപ്പോൾ അദ്ദേഹം അവിടെ നിന്ന് കിടുകിടാ വിറയ്ക്കുകയായിരുന്നു. ഇതൊക്കെ ചുമ്മാതെ ഇങ്ങനെയൊക്കെയുള്ള എന്താ പറയുക, സാങ്കല്പിക കഥകൾ പറയാനല്ലേ ശ്രമിക്കുന്നത്. ഇവരെല്ലാം ജൻസിക്കാരുടെ ഭാഷയെ പറഞ്ഞാൽ ഒരു ഡെലൂലൂല, ഒരു മതിഭ്രമത്തിലാണ്. നിന്നെ ഇതിനൊന്നും കൊള്ളുകയില്ലെന്ന് നീ വീണ്ടും വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എന്റെ വിജയ. തൽക്കാലം ഇത്രയും മതി. വരട്ടെ.